അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ ഖുലഫായ റാഷിദീങ്ങളെ പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമികളാണല്ലോ ഈ അഹ്ലുൽ ബൈത്ത്. അതുപോലെ മറ്റുള്ള ഖുലഫായ റാഷിദീങ്ങളെ കുടുംബം ഇപ്പം നിലവിലുണ്ടോ? അവരെ പറ്റി അവരുടെ കുടുംബം നിലവിലുണ്ടോ എന്ന് ചോദിച്ചു. ഖുലഫാ ആണ് കേട്ടോ. ഖുലഫാ ഖാ കൊണ്ട് പറയണം, പറഞ്ഞ് പേക്കണ്ടെന്നുള്ള ഒരു നല്ല കാര്യമാണല്ലോ. ഖലീഫമാർ എന്ന അർത്ഥത്തിനാണ് ഖുലഫാ ഉർ റാഷിദീങ്ങൾ, 4 ഖലീഫമാർ. അവിടെ നിങ്ങൾ മനസ്സിലാക്കിയോടത്ത് കുറച്ചൊരു അബദ്ധമുണ്ട്. 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരയാണ് അഹ്ലുൽ ബൈത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട തിരുനബി തങ്ങളുടെ 2 താവഴയിൽ വരുന്ന ബനൂ ഹാഷിം ഗോത്രത്തിലും ബനൂ മുത്തലിബ് ഗോത്രത്തിലും പെട്ട മോമിനീങ്ങളായ ആളുകൾക്കൊക്കെ നബി കുടുംബം എന്ന ആരുൻ നബി എന്ന പേരിൽ വരും. ബനൂ ഹാഷിം ഗോത്രക്കാരിൽപ്പെട്ട എല്ലാ മോമിനീങ്ങളും, അത് അൻസാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരപ്പെട്ടു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരപ്പെട്ടു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരപ്പെട്ടു, അവരുടെ ജ്യേഷ്ഠനായിരിക്കുന്ന ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരപ്പെട്ടു, ഒക്കെ പെട്ടു. ബനൂ ഹാഷിം ഗോത്രത്തിലും ബനൂ മുത്തലിബ് ഗോത്രത്തിലും പെട്ട എല്ലാ മോമിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. അവരെ പറ്റി പറയാ ആലുൻ നബി എന്ന. എന്നാൽ ദുജിയത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. ദുജിയത്ത് അഹ്ലുൽ ബൈത്ത് തന്നെ 2 ആദ്യമായിട്ട്, ഒന്ന് ആലുൻ നബി, മറ്റൊന്ന് ദുജിയത്ത്. ദുജിയത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ മക്കളാവുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ മക്കൾ പരമ്പരക്കാണ് ദുജിയത്ത് എന്ന് പറയാം. എന്നാൽ നബി തങ്ങളുടെ മക്കൾ പരമ്പര, അത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ തങ്ങളുടെ ഈ 2 ആളുകളുടെ മക്കൾ പരമ്പരയിലുള്ളവർക്ക് മാത്രമേ ദുജിയത്ത് നബി തങ്ങളുടെ മക്കൾ പരമ്പര എന്ന് പറയും. അതേ സമയത്ത് നബി തങ്ങളുടെ ഭാര്യമാർക്ക് അഹ്ലുൽ ബൈത്ത് എന്ന് പറയും, നബി തങ്ങളുടെ മക്കൾക്ക് അഹ്ലുൽ ബൈത്ത് എന്ന് പറയും. അതുപോലെ ബനൂ ഹാഷിം ഗോത്രത്തിലും ബനൂ മുത്തലിബ് ഗോത്രത്തിലും പെട്ടവർക്കൊക്കെ ആലുൻ നബി എന്ന് പറയും. ശരിയല്ലേ? അതൊന്ന്. രണ്ടാമത്തെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളൊക്കെ നബി തങ്ങളുടെ കുടുംബം ബനൂ ഹാഷിമിൽപ്പെട്ട മോമിനീങ്ങൾ എന്നുള്ള ആൾക്ക് നബിയുടെ കുടുംബമാണ്. അവര് നിലവിലുണ്ട്, അതിൽ സംശയമില്ല. ദുജിയത്ത് തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ തങ്ങളുടെ മക്കൾ പരമ്പരയിൽപ്പെട്ട ദുജിയത്ത് തന്നെ ധാരാളം ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ചോദ്യം അതല്ല എന്നതുപോലെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും കുടുംബ പരമ്പര ഉണ്ടോ? തീർച്ചയായിട്ടും ലോകത്തിന്റെ പല ഭാഗത്തും അവര് ഉണ്ട്. നമ്മളെ നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ മഖ്ദൂമിങ്ങൾ, പൊന്നാനി മഖ്ദൂമിങ്ങൾ, അതിന്റെ പരമ്പരയിൽപ്പെട്ട സമീപകാലത്ത് നമ്മളോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തിദത്ത് ഹോക്കി സൈനുദ്ദീൻകുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മളെ സമീപകാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള നാട്ടിലെ കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരയിലുണ്ട്. അതുപോലെ തന്നെ ബോംബെ, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സിദ്ദീഖി എന്ന പേരിൽ തന്നെ ആ കുടുംബ പരമ്പര അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സിദ്ദീഖി വംശജര് ഇന്ത്യയിൽ തന്നെ ധാരാളമുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മഖ്ദൂമുകൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 ആൺമക്കളിൽ മൂത്ത മകന്റെ പേര് അബ്ദുറഹ്മാൻ എന്ന, രണ്ടാമത്തെ ആളുടെ പേര് അബ്ദുള്ള എന്ന, മൂന്നാമത്തെ ആളുടെ പേര് മുഹമ്മദ് എന്ന. ഈ രണ്ടാമത്തെ മകൻ അബ്ദുള്ള എന്നവരുടെ മക്കൾ പരമ്പരയിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട മഖ്ദൂമീങ്ങൾ. മഹാനായ അബ്ദുള്ള എന്നവര് ത്വായിഫ് യുദ്ധത്തിൽ അമ്പേറ്റ് പരിക്കേൽക്കുകയും അതിൽ ഷഹീദാവുകയും ചെയ്ത മഹാനാണ്. അവരുടെ മക്കൾ പരമ്പരയാണ് നമ്മുടെ നാട്ടിലെ മഖ്ദൂമീങ്ങൾ. എന്നതുപോലെ ഫാറൂഖി പരമ്പര എന്ന പേരിൽ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഫാറൂഖി എന്ന പാരമ്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ശരിയല്ലേ? പക്ഷെ അവർക്ക് തങ്ങന്മാര് എന്ന പേരില്ല. അതെന്തുകൊണ്ട്? തങ്ങന്മാര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അഹ്ലുൽ ബൈത്തിനെ പറ്റി മാത്രമേ തങ്ങന്മാര് എന്ന് നമ്മൾ പറയുള്ളൂ. മറ്റവരൊക്കെ ബഹുമാനിക്കപ്പെടുന്നവർ തന്നെയാണ്. ആ മഹാന്മാരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ആയിട്ട് കുടുംബ ബന്ധമുള്ളവരായതുകൊണ്ട്